ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. ജാതി ചോദിക്കുന്നില്ല ഞാൻ. ഇതാണ് കഥ. ഗുരുവായൂർ അമ്പലം. അവിടെ അടുത്തായി പുന്നയൂർ കുളം എന്നൊരു സ്ഥലമുണ്ട്. പണ്ട് കിട്ടൻ എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. കിട്ടൻ ഗുരുവായൂരപ്പനെ പതിവായി പൂജിച്ചു വന്നിരുന്നു. ജാതിഭേദം കർശനമായി പാലിച്ചിരുന്ന അക്കാലത്ത് കിട്ടന് അമ്പലത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അയിത്തത്തിൻ്റെ അതിരെ മഞ്ജുളാലിൻ്റെ ചുവടായിരുന്നു. അയിത്തജാതിക്കാർ അകലത്ത് മഞ്ജുളാലിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്പലം അകലെ കണ്ട് തൊഴുത് മടങ്ങുമായിരുന്നു. കള്ളുചെത്തായിരുന്നു കിട്ടൻ്റെ തൊഴിൽ. കിട്ടുന്ന വരുമാനം തന്നെ വളരെ കുറവ്. സംരക്ഷണയിൽ ഒരു വലിയ കുടുംബം. വരവ് ചെലവുകൾ ഒരിക്കലും യോജിച്ചിരുന്നില്ല. വീട്ടിലെല്ലാവരും വയറു നിറയെ ആഹാരം കഴിച്ച കാലം തന്നെ മറന്നുപോയിരുന്നു. എങ്കിലും ഗുരുവായൂരപ്പനെ കിട്ടൻ നിരന്തരം ഭജിച്ചു വന്നു. ഒരു ഉത്സവകാലം. കിട്ടൻ കുടുംബസമേതം ഗുരുവായൂർക്ക് തിരിച്ചു. ഇവിടെ വന്ന് മഞ്ജുളാലിൻ്റെ ചുവട്ടിൽ കൂപ്പുകൈയോടെ നിന്ന് ഭഗവാനെ വണങ്ങി. അമ്പലത്തിൽ ഉത്സവകാലത്ത് ഗംഭീരമായ സദ്യ പതിവുണ്ട്. ബ്രാഹ്മണർക്ക് മാത്രമേ സദ്യ നൽകൂ. ആ സദ്യയ്ക്ക് ഉണ്ടാക്കിയ വിഭവങ്ങളുടെ സുഗന്ധം മഞ്ജുളാലിൻ്റെ ചുവട്ടിലും എത്തി. കിട്ടനും കൂടെയുള്ളവർക്കും ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി. കിട്ടൻ മനസ്സാ പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഈ കുട്ടികൾക്ക് വയറു നിറയെ ആഹാരം നൽകിയ ദിവസം ഞാൻ മറന്നിരുന്നു. അങ്ങയെ ഭജിക്കുന്നതിൽ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നിട്ടും എൻ്റെ കുടുംബം നിത്യവും പട്ടിണിയിലാണ്. ഈ സ്ഥിതി അങ്ങേക്ക് തന്നെ ദുഷ്പേരുണ്ടാക്കുകയില്ലേ? എൻ്റെ കുടുംബത്തിന് ഇതുപോലൊരു സമൃദ്ധമായ ആഹാരം നൽകാൻ എനിക്ക് എന്നാണ് കഴിയുക? കിട്ടൻ കുടുംബത്തെയും കൂട്ടി തൻ്റെ കുടിലിലേക്ക് മടങ്ങിപ്പോയി. അവിടെയുണ്ടായിരുന്ന ആഹാരം അവർക്കെല്ലാവർക്കുമായി പങ്കിട്ടു. ആർക്കും തൃപ്തിയായില്ല എന്നല്ല, വിശപ്പ് മാറിയതുപോലുമില്ല. എന്നിട്ട് എല്ലാവരും കിടന്നു. വിശപ്പും യാത്രാക്ഷീണവും കൊണ്ട് തളർന്ന് എല്ലാവരും ഉറങ്ങിപ്പോയി. കിട്ടന് മാത്രം ഉറക്കം വന്നില്ല. തൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കും തോറും ആ ഭക്തന് ഉറക്കം വരാതായി. സമയം പാതിരിയോടടുത്തിരിക്കുന്നു. ഒന്ന് മയങ്ങിക്കാണാം. പുറത്തു നിന്ന് ആരോ വിളിക്കുന്നു. കിട്ടൻ ഒരു വിളക്കുമായി എത്തി. പുറത്തു വന്നു. തലയിൽ ഒരു വലിയ ചുമടുമായി നിൽക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. കിട്ടൻ വിളക്ക് താഴെ വെച്ചിട്ട് 4 അടി കൂടി പിന്നിലേക്ക് മാറി. ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് മാറി നിൽക്കാതെ കിട്ടൻ ഇങ്ങടുത്ത് വന്ന് ഈ ഭാരം ഒന്ന് താഴെ ഇറക്കൂ. എന്താണ് ഈ പറയുന്നത്? അടിയൻ ഇങ്ങ് ദൂരെ നിന്ന് കൊള്ളാം. അടിയൻ അവിടുത്തെ തീണ്ടുന്നത് പാപമല്ലേ? കിട്ടൻ മറുപടി പറഞ്ഞു, പാപവും പുണ്യവും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ കഴുത്ത് കുഴയുന്നു. ഈ ഭാരം ഒന്ന് താങ്ങി താഴെ ഇറക്കൂ. ബ്രാഹ്മണൻ നിർബന്ധിച്ചു. അടിയൻ കീഴ്ജാതിക്കാരനല്ലേ? അടിയങ്ങളുടെ തീണ്ടൽ ബ്രാഹ്മണർക്ക് മേലേറ്റാൽ കണ്ണ് പൊട്ടിപ്പോവുകയില്ലേ? കിട്ടൻ വീണ്ടും ചോദിച്ചു. ഞാൻ ജാതി ചോദിക്കുന്നില്ല. ഈ കഴുത്തൊടിയും മുമ്പ് ഭാരം ഒന്ന് ഇറക്കാനാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞപ്പോൾ ബ്രാഹ്മണന് കോപം വന്നിരുന്നു. കിട്ടൻ ഓച്ചാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ബ്രാഹ്മണൻ്റെ തലയിലേറ്റിയ ചുമട് താങ്ങി താഴെ ഇറക്കി. എന്നിട്ട് വീണ്ടും പിന്നോക്കം മാറി നിന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, അമ്പലത്തിൽ ഉത്സവമല്ലേ, ഏറെ ജോലി ഉണ്ടായിരുന്നു. എല്ലാം ഒന്നൊഴിഞ്ഞപ്പോഴാണ് പൂജാരി പറഞ്ഞത് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തരണമെന്ന്. ചൂടുള്ള ചോറും കറികളുമുണ്ട്, പാലടയുണ്ട്, അതും ചൂട് മാറിയിട്ടില്ല. കുട്ടികൾക്കെല്ലാം വിളിച്ചുണർത്തി വിളമ്പിക്കൊടുക്കൂ. പാവങ്ങൾ വിശപ്പോടെ ഉറങ്ങിയതല്ലേ? ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ട കിട്ടൻ ആശ്ചര്യത്തോടെ നിന്നു. തൻ്റെ കുട്ടികളുടെ സ്ഥിതിയൊക്കെ ഈ ബ്രാഹ്മണൻ എങ്ങനെ അറിഞ്ഞു? വാസ്തവത്തിൽ തൻ്റെ കുടുംബം വലുതായിപ്പോയതാണ് ഇതിനെല്ലാം കാരണം. കുട്ടികൾ 1 or 2 ആയിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നില്ല. കിട്ടൻ ചിന്തിച്ച് നിന്നു പോയി. എനിക്ക് ദാഹിക്കുന്നു, ലേശം വെള്ളം തരൂ. ബ്രാഹ്മണൻ പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് കിട്ടൻ കേട്ടത്. അയാൾ ചിന്തയിൽ മുഴുകി നിൽക്കുകയായിരുന്നു. കയ്യിലിരുന്ന
ചെറിയ വിളക്കുയർത്തി കിട്ടൻ ബ്രാഹ്മണൻ്റെ മുഖത്തേക്ക് നോക്കി. ആളാകെ വിയർത്തിരിക്കുന്നു. ഒരു ഇളനീർ ഇട്ടു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടൻ കുടിലിൻ ഉള്ളിലേക്ക് കയറി ഒരു വെട്ടുകത്തിയെടുത്തു പുറത്തു വന്നു. കുടിലിൻ്റെ മുറ്റത്ത് നിന്ന തെങ്ങിൽ കയറി ഒരു ഇളനീർ കുല വെട്ടിയിട്ടു. വേഗം താഴെ ഇറങ്ങി വന്ന് ഒരു ഇളനീർ എടുത്ത് ചെത്തി ബ്രാഹ്മണൻ്റെ മുൻപിൽ വെച്ചു കൊടുത്തു. അതെടുത്ത് കുടിക്കുന്നതിനിടയിൽ ബ്രാഹ്മണൻ ചോദിച്ചു, എനിക്ക് ഒരെണ്ണം മതിയല്ലോ, എന്തിനാണ് ഇത്രയധികം? പരിഭ്രമം കൊണ്ട് തനിക്ക് പറ്റിയ അമളി കിട്ടൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ബ്രാഹ്മണൻ പറഞ്ഞു, സാരമില്ല, നാളെ ആറാട്ടാണല്ലോ. ഈ ഇളനീർക്കുല നാളെ നേരത്തെ തന്നെ അമ്പലത്തിൽ എത്തിക്കൂ. ഗുരുവായൂരപ്പന് ഇതുകൊണ്ട് അഭിഷേകം നടത്താം. ആട്ടെ, സമയം ഏറെയായി, ഞാൻ പോവുകയാണ്. ബ്രാഹ്മണൻ ഇരുട്ടിലെങ്ങോ മറഞ്ഞു. കിട്ടൻ കുട്ടികളെയെല്ലാം ഉണർത്തി വിഭവസമൃദ്ധമായ ഭക്ഷണം എല്ലാവരും തൃപ്തിയോടെ കഴിച്ചു. അടുത്ത ദിവസം അതിരാവിലെ കിട്ടൻ എണീറ്റു. ആ കുടിലിൻ്റെ ഒരരുകിൽ തൂക്കിയിട്ടിരുന്ന ഗുരുവായൂരപ്പൻ്റെ ചിത്രത്തിനു മുന്നിൽ കൈകൂപ്പി നിന്നു. എന്നിട്ട് പോയി നിത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് വന്ന് ആ ചിത്രത്തിന് മുമ്പിൽ ഒരു ചന്ദനത്തിരി കൊളുത്തുവെച്ചു. അല്പസമയം കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ഇളനീർ കുലയും എടുത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് തിരിച്ചു. മഞ്ജുളാലിൻ്റെ സമീപത്ത് കിട്ടൻ ഇളനീർ കുല ഇറക്കി വെച്ചു. അത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന ബ്രാഹ്മണനോട് തലേന്ന് തൻ്റെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവന്ന ആളെ തിരക്കി. അന്വേഷണത്തിൽ അങ്ങനെ ഒരാളെ പറ്റി ആർക്കും അറിയില്ലെന്ന് തെളിഞ്ഞു. വിവരം ശാന്തിക്കാരുടെ ഇടയിലും ചർച്ചയായി. തലേന്ന് രാത്രിയിൽ കിട്ടൻ പറഞ്ഞ വിധത്തിൽ ആർക്കും പൂജാരി ഭക്ഷണം കൊടുത്തയച്ചിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ശാന്തിക്കാർക്ക് അറിവേയില്ല. ഇക്കാര്യം കേട്ടറിഞ്ഞ കിട്ടൻ തലേന്ന് തനിക്ക് ഭക്ഷണം എത്തിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് മനസ്സിലാക്കി. ശാന്തിക്കാർക്കും കാര്യം ബോധ്യം വന്നു. അടുത്ത വർഷം മുതൽ ഉത്സവകാലത്ത് കിട്ടന് സദ്യയുടെ പങ്ക് കൊടുത്തയക്കാൻ തുടങ്ങി. ആറാട്ട് ദിവസം ഒരു ഇളനീർക്കുല അമ്പലത്തിൽ എത്തിക്കുക ഇത് കുട്ടൻ പതിവാക്കി. ഇപ്പോഴും ആറാട്ട് ദിവസം അവിടെ നിന്ന് ഒരു ഇളനീർക്കുല അമ്പലത്തിലെത്തിക്കുക പതിവായി. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.